ഹലോ ഗൈസ്, അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ആണ് വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. പക്ഷേ വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ കൂടെ കൂട്ടിയിട്ട് ഷോർട്സ് ചെയ്യാൻ പോലും പൊന്നാപ്പി സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഞങ്ങൾക്കിവിടെ ഉത്സവം ഉണ്ടായിരുന്നു അല്ലേ പൊന്ന? ഇന്നലെ ഉത്സവത്തിന് പോയിട്ട് എന്തൊക്കെയാണ് നമ്മൾ കണ്ടേ? പറഞ്ഞു കൊടുത്തേ. അവൾക്ക് അറിയില്ല കേട്ടോ പറഞ്ഞു തരാൻ. ഗൈസ്, പൊന്നാപ്പി പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? പൊന്ന പറഞ്ഞു കൊടുക്കുക. അവൾക്ക് ഇഷ്ടമല്ല പറഞ്ഞത്. അപ്പം ഞങ്ങൾ ഇന്നലെ പോയി, ഇവിടെ കാളവേലയായിരുന്നു കേട്ടോ. കാളവേല കാണാൻ വേണ്ടി പോയി. ഇന്നലെ പോയിട്ട് ഞങ്ങൾ വൈകിട്ട് 6 മണിക്കാണ് പോയത്. വന്നപ്പോൾ 11 മണി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കണ്ട ഇവിടെ ഇരിക്കടി പൊന്ന, കഷ്ടമുണ്ട് പൊന്ന. ഇതൊക്കെയാണ് അവസ്ഥ ഗൈസ്. ഒരു വീഡിയോ സമാധാനം ഞാൻ ഇവിടെ ഉറക്കി കെടുത്തിട്ടാണ് വന്നത് കേട്ടോ. ഞാൻ ഇവിടെ വന്ന് ഫോൺ പിടിച്ചിരിക്കാനായപ്പോൾ അതിന് ഇവിടെ വീണ്ടും എത്തി. അപ്പോൾ ഞങ്ങൾ ഇന്നലെ കുറച്ച് വരവും കാര്യങ്ങളും കണ്ടു. പിന്നെ ഞങ്ങൾ ഒരു 11 മണിയൊക്കെ പിള്ളേരൊക്കെ ഉള്ള കാരണം ഞങ്ങളൊരു 11 മണിയൊക്കെ ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ. എന്നാലും കഴിഞ്ഞ പ്രാവശ്യം പോകാൻ പറ്റില്ല, അതൊരു പ്രാവശ്യം എന്തായാലും പോകാൻ വേണ്ടി പറ്റി. അതിൽ ഭയങ്കര സന്തോഷം. നമ്മുടെ നാട്ടിലെ വേല അല്ലേ, അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വർഷമല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നലെ ഞങ്ങൾ കുറച്ചതൊക്കെ ഞങ്ങൾ പോയി കണ്ട് പിന്നെ വന്നപ്പോൾ തന്നെ 11 മണി 11:30 ആയി. വന്ന് കുറച്ച് കഴിഞ്ഞൊരു 1 മണിയൊക്കെ ആയപ്പോൾ അത്യാവശ്യം നല്ല ഇടിയും മഴയൊക്കെ പെയ്തു കേട്ടോ. അത് വലിയൊരു ആശ്വാസമായി. കാരണം വെച്ചാൽ ചൂടിൽ ചെറിയൊരു മഴ കിട്ടുക എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയൊരു ആശ്വാസമുള്ള ഇക്കാലത്ത് കേട്ടോ. കാരണം വെച്ചാൽ എത്ര നമ്മൾ വൈകിട്ട് കുളിച്ചെന്ന് പറഞ്ഞിട്ട് നനച്ച് നട്ട് വെള്ളത്തിൽ പോയിക്കൊണ്ട് ഒരു കാര്യമില്ല. നമുക്ക് നന്നായിട്ടൊന്ന് ഉറങ്ങാൻ പറ്റണമെങ്കിൽ അത്യാവശ്യം നല്ല തണുപ്പുള്ള അന്തരീക്ഷം തന്നെ വേണം. അതിന് നന്നായി ഒരു മഴ പെയ്തു, അത് തന്നെ ഭയങ്കര ആശ്വാസമായി തോന്നി. അതുകൊണ്ട് നന്നായിട്ട് കിടന്ന് ഉറങ്ങി കേട്ടോ. വന്ന ക്ഷീണമൊക്കെ കൂടി. പിന്നെ പാവം തോന്നിട്ടോ, അവിടെ കുറേ കരടിയുടെ വേഷം കെട്ടിയതും പിന്നെ കുരങ്ങൻ്റെ വേഷം കെട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു ചൂടത്ത് അവരാ ഡ്രസ്സ് ഇട്ടിട്ട് എൻ്റെ പൊന്നെ നമുക്കൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടം. പൈസ എടുത്തിട്ടൊക്കെ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. പക്ഷേ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര ഇടങ്ങറാട്ടോ. പൊന്നാപ്പിന്നോട് പറയുക എന്ത് ചൂടാവില്ല മുത്തമ്മ അതിനുള്ളിൽ നിന്ന്. അപ്പം അത്രയ്ക്കും ചൂടാണ്. ഒരു കുഞ്ഞു കുട്ടി എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് എന്തോരം ഫീൽ ചെയ്തിട്ടുണ്ടാവും അത്രയും ചൂടിൽ ആ ഡ്രസ്സ് ഇട്ട് നടക്കുമ്പോഴേ. അപ്പോൾ ഭയങ്കര വിഷമം തോന്നിട്ടോ കണ്ടപ്പോൾ. പിന്നെ നമ്മളെ നാട്ടിലെ കുറേ ആൾക്കാരെ കാണാൻ പറ്റി. കുറേ വർഷത്തിന് ശേഷം എല്ലാ വർഷം ഇത് വരുമ്പോഴാണല്ലോ നമ്മൾ കൂടെ പഠിച്ച പിള്ളേരായാലും അറിയുന്ന ആൾക്കാരൊക്കെ കാണാൻ പറ്റില്ല. ഈ ഒരു വർഷമാണ് കേട്ടോ. അങ്ങനെ കുറേ ആൾക്കാരെ കൂടെ പഠിച്ച 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ച പിള്ളേരെ കണ്ട് അവരോട് സംസാരിക്കാൻ പറ്റി. അങ്ങനെ കുറേ ഇതൊക്കെ കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ അടുത്ത വർഷം ഇതേ ടൈമിൽ അടുത്ത വേല വരാൻ വേണ്ടിയിട്ട് ആ വേലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കാത്തിക്കുക. പൊന്നപ്പി കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെന്താ പൊന്നാപ്പിൻ്റെ ഒരു കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. പൊന്നാപ്പി എറണാകുളത്ത് ഉണ്ടായിരുന്ന പോലെയാണോ പൊന്ന ഇവിടെ? പറ, ഒന്ന് പറഞ്ഞു കൊടുത്തേ. എന്തൊക്കെയാണ് കണ്ടെന്നോ പറഞ്ഞു കൊടുത്തേ. പറ, എന്തൊക്കെയാണ് കണ്ട പൊന്ന? ഒന്ന് പറഞ്ഞേ. ഒന്ന് കുരങ്ങ്, പിന്നെ ആന ഉണ്ടായിരുന്നോ? പിന്നെ ആന എന്ന് പറയാനെന്തോ ഞങ്ങൾ മറ്റേ ഹൈഡ്രജൻ ബലൂണില്ലേ, അതിലൊരു ആനയും വാങ്ങിയായിരുന്നു, ഒരു മീനും. പൊന്നാപ്പി എന്തിനാ വാങ്ങിയേ? പൊന്ന മീനിനെ വാങ്ങിട്ടോ. പിന്നെ അനിതിനെ കൊച്ച് വാങ്ങിയത് ആനനെ വാങ്ങി. അവിടുന്ന് 1 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ആ 1 കിലോമീറ്റർ എത്തി വീടിൻ്റെ ഗേറ്റ് എത്തിയപാട് ആ സാധനം പൊട്ടിപ്പോയി. എന്നിട്ട് വേണം കൊച്ചാണെങ്കിൽ ഭയങ്കര ആന പോയെന്ന് ഭയങ്കര കരച്ചിലേക്ക്. അത് നമുക്ക് പിടിക്കാൻ പറ്റില്ല. പെട്ടെന്ന് തന്നെ ആ നൂല് പൊട്ടി അത് പോണ വഴിക്ക് അങ്ങ് പോയിട്ടോ. പിന്നെ പൊന്നാപ്പിയുടെ മീനാണുള്ളത്. മീൻ കൊടുത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തില്ല പൊന്ന. അഡ്ജസ്റ്റ് ചെയ്യാൻ പൊന്നാപ്പി സമ്മതിച്ചില്ല കേട്ടോ. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. പിന്നെ എന്നാ വിശേഷം പൊന്ന പറയാൻ? അപ്പോൾ ലൈവിൽ വരുന്നതൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇന്നെന്താ അവസ്ഥ എന്ന് അറിയില്ല. ഞാൻ എത്രത്തോളം വരാൻ നോക്കുന്നുണ്ട്. പക്ഷേ വൈകിട്ട് കഴിഞ്ഞാൽ ഒട്ടും പറ്റൂല. ഇവർക്ക് ഭക്ഷണം കൊടുക്കലും അങ്ങനെ ഇങ്ങനെയുള്ള ഓരോ കടപ്പറച്ചിലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ലൈവിൽ വരാനൊന്നും പറ്റണില്ല. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. ഞാൻ ഇപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇതാ അവൾ കയറിയിരുന്നു മടിയിൽ. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് ഞങ്ങൾ പിന്നെ വരാം. ഓക്കെ, ബൈ പറഞ്ഞേ പൊന്ന.